ഈ സമതയിലേക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വീട്ടിൽ വന്നു. അവർക്ക് ആവശ്യം ഇങ്ങനെ SFIയിലൊക്കെയുള്ള പാടുന്ന, പ്രസംഗിക്കുന്ന, നാടകമൊക്കെ അഭിനയിക്കാൻ അറിയുന്ന പെൺകുട്ടികളെ അവരിങ്ങനെ നോക്കി വയ്ക്കുമായിരുന്നു. ആ സമയത്തൊരു വലിയ സമരം നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, പോലീസ് സ്റ്റേഷൻ മാർച്ച്. അതിൽ വെച്ചിട്ട് എൻ്റെ പോലീസ് എന്നെ തല്ലി, കൈയൊക്കെ ഒടിഞ്ഞ് വലിയ പ്രമാദമായിട്ടുള്ളൊരു സമരമായിരുന്നു അത്. കേസൊക്കെ ഉണ്ടായിരുന്നു, 5 വർഷം കോടതിയിൽ കയറി ഇറങ്ങേണ്ടിയൊക്കെ വന്നു. നമ്മൾ ഈ ചരിത്രം അറിയുക എന്ന് പറയുന്നത് പ്രധാനമാണ്. സ്ത്രീകളുടെ ലോകത്ത് എന്താ നടന്നത്, സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ എങ്ങനെയാണ് നടന്നത്, അതുകൊണ്ടാണ് ചരിത്രത്തിനോട് ഞാൻ ഇപ്പോഴും ആകൃഷ്ടയായിട്ടുള്ളത്. ഇപ്പം ഞാൻ എഴുതിയ പുസ്തകം കേരളത്തിൻ്റെ സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീ ചരിത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അന്നത്തെ ആ പുസ്തകം വായിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു മുന്നോട്ട് പോക്കാണത്. ഞാൻ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇവിടെ സിറ്റിയിൽ സമത എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ത്രീ നാടക ഗ്രൂപ്പ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. ടി ഉഷകുമാർ ടീച്ചർ, കേരളമേലെ ഹിസ്റ്ററി പ്രൊഫസറാണ്. ടീച്ചറുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സ്ത്രീ നാടക സംഘം കേരളത്തിൽ ഉണ്ടാവുന്നത്. അതിന് തൊട്ട് മുമ്പാണ് മാനുഷി പട്ടാമ്പി കേന്ദ്രീകരിച്ചിട്ട് സാർ ടീച്ചറൊക്കെ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. മാനുഷിയും ആ സമയത്ത് നാടക പ്രവർത്തനങ്ങൾ, സ്ത്രീകൾ മാത്രമുള്ള നാടക പ്രവർത്തനം ചെയ്യുന്നുണ്ട്. അതുപോലെ കോഴിക്കോട് ബോധന തുടങ്ങിയിട്ടുള്ള സമയമാണ് അജിതയുടെ നേതൃത്വത്തിൽ. പിന്നെ തിരുവനന്തപുരത്ത് പ്രചോദനം, കാഞ്ഞങ്ങാട് പ്രബുദ്ധത, ഇത്രയും ഗ്രൂപ്പുകൾ ഉണ്ടായി വന്ന സമയമാണത്. അതായത് 86, 87 കാലമാണത്. 87 ഞാൻ എൻ്റെ ഡിഗ്രി കഴിയുന്നത്. ഡിഗ്രി കഴിഞ്ഞ സമയത്ത് എന്തായാലും എനിക്ക് PG ക്ക് വരണമെങ്കിൽ സിറ്റിയിലേക്ക് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സിറ്റിയിൽ വരൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. മാത്രമല്ല എന്നെ ഈ സമതയിലേക്ക് വിടണം എന്ന് പറഞ്ഞിട്ട് ടീച്ചർ വീട്ടിൽ വന്നു. അവർക്ക് ആവശ്യം ഇങ്ങനെ SFIയിലൊക്കെയുള്ള പാടുന്ന, പ്രസംഗിക്കുന്ന, നാടകമൊക്കെ അഭിനയിക്കാൻ അറിയുന്ന പെൺകുട്ടികളെ അവരിങ്ങനെ നോക്കി വയ്ക്കുമായിരുന്നു. പ്രത്യേകിച്ച് പാർട്ടി കുടുംബങ്ങളിലെ പെൺകുട്ടികളെ അവർക്ക് ആവശ്യമുണ്ട്. അപ്പം എല്ലാവരും ഇന്ന് അങ്ങനെ നാടക പ്രവർത്തനത്തിന് വിടില്ലല്ലോ, വീടുകളിൽ നിന്ന്, പാർട്ടിക്കാരാണെങ്കിലും ആ സമയത്ത്. പക്ഷേ എൻ്റെ ഏട്ടനൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല, ഇഷ്ടമായിരുന്നു. അങ്ങനെയാണ് എന്നെ ഇതിൻ്റെ ക്യാമ്പിന് വിടുന്നത്. കൊലടിയിൽ വെച്ച് 10 ദിവസത്തെ ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ ക്യാമ്പിൽ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് മുഴുവൻ. എന്ന് വെച്ചാൽ എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്. കോളേജിൽ ഞങ്ങൾ ഇംഗ്ലീഷ് നാടകമൊക്കെ ചെയ്യുമായിരുന്നു. അതിൽ സംഗീത ശില്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഡാൻസ്, അതുപോലെ പാട്ടുകൾ കുറേ പാടുമല്ലോ ഞങ്ങൾ. പിന്നെ സംസാരം, പ്രസംഗിക്കുക, അതെല്ലാം എനിക്ക് എൻ്റെ എല്ലാ ടാലൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സമയമാണ്. ഒരു എന്താ പറയുക, ആർട്ട് ഫോമാണ് അതിൽ എല്ലാം ഉണ്ടായിരുന്നത്. മാത്രമല്ല സ്ത്രീകളുടെ ഒരു മൂവ്മെൻറ്റ് പോലെയാണ്, കൾച്ചറൽ മൂവ്മെൻറ്റ് പോലെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നെ ഞങ്ങൾ തെരുവ് നാടകങ്ങൾ ചെയ്യുന്നു, പ്രൊസീനിയം നാടകങ്ങൾ ചെയ്യുന്നു, സംഗീത ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. പിന്നെ കുറേ പാട്ടുകൾ എഴുതി ചിട്ടപ്പെടുത്തി വേറെ ആളുകൾ, പിന്നെ സലീം രാജ്, റിയാദ് അതിന് ട്യൂൺ കൊടുക്കും. ഞങ്ങൾക്ക് ഓർക്കസ്ട്ര ഉണ്ട്. ഞങ്ങൾ കുറേ പേര് പാടുന്ന കുട്ടികൾ കുറേ പേരുണ്ടായിരുന്നു അതിൽ. ഞങ്ങൾ മെയിൽ സിംഗേഴ്സും ഫീമെയിൽ സിംഗേഴ്സും, പാട്ടിന് മാത്രം. നാടകത്തിലൊക്കെ ഞങ്ങൾ സ്ത്രീകൾ മാത്രം, പെൺകുട്ടികൾ മാത്രം. എന്നിട്ട് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ട് പരിപാടി ചെയ്യുമായിരുന്നു. ഉഷ ടീച്ചറാണ് അതിൻ്റെ ലീഡർ.
അത് വലിയ തരത്തിലുള്ളൊരു എക്സ്പോഷറാണ്. അപ്പോഴും ഞാൻ ഫെമിനിസ്റ്റ് അല്ല കേട്ടോ. അപ്പോഴും ഞാൻ എന്താ പറയുക, ഇടതുപക്ഷം ആണ്. പിന്നെ SFI കഴിഞ്ഞ് DYFI നാച്ചുറലി അങ്ങനെയാണല്ലോ വരിക. ആ സമയത്തൊരു വലിയ സമരം നടന്നിട്ടുണ്ടായിരുന്നു ഇവിടെ, പോലീസ് സ്റ്റേഷൻ മാർച്ച്. അതിൽ വെച്ചിട്ട് എൻ്റെ കൈ, പോലീസ് എന്നെ തല്ലി, കൈയൊക്കെ ഒടിഞ്ഞ് വലിയ പ്രമാദമായിട്ടുള്ളൊരു സമരമായിരുന്നു അത്. കേസൊക്കെ ഉണ്ടായിരുന്നു, 5 വർഷം കോടതിയിൽ കയറി ഇറങ്ങേണ്ടിയൊക്കെ വന്നു. അത് VS ഷൈൻ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ഫോട്ടോഗ്രാഫർ വളരെ നന്നായി ക്യാപ്ചർ ചെയ്തു ആ മൊമെൻറ്റ്. എൻ്റെ 2 വലിയ എന്താ പറയുക, പട്ടി കൊണ്ട് അടിക്കുന്ന ഒരു ചിത്രമായിരുന്നു അത്. അത് വലുതായിട്ട് മാതൃഭൂമിയിൽ വന്നു. നിയമസഭയിലൊക്കെ അത് വലിയ കോലാഹലം ഉണ്ടാക്കി. അപ്പം ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഒരു നാട്ടുകാരൊക്കെ അറിഞ്ഞ ഒരു സമരമായിരുന്നു അത്. അതിനെ തുടർന്ന് ആണ് ഞാൻ എന്താണ് ഈ പാട്രിയാർക്കി വീട്ടിനുള്ളിൽ എന്ന് തിരിച്ചറിഞ്ഞത്. സമതയിൽ പോകുന്ന സമയത്ത്, സമതയിൽ പോയി തുടങ്ങിയതിൻ്റെ ഇടയിലാണിത് സംഭവിക്കുന്നത്. സമതയിൽ പോകുന്ന സമയത്താണ് സത്യത്തിൽ എൻ്റെ ഈ ഏറ്റവും ഇളയ ചേട്ടൻ്റെ കൺട്രോൾ വരുന്നത്. അന്ന് മൂത്ത ഏട്ടൻ ഒക്കെ ജോലിക്ക് പോവും, രണ്ടാമത്തെ ഏട്ടനും രാത്രിയേ വരുള്ളൂ, പകലൊക്കെ ജോലിക്ക് പോവും. അപ്പോൾ സമതയിൽ നാടകത്തിന് പോയിട്ട് ഞങ്ങൾ 2-3 ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് വരിക. ആ സമയത്ത് എന്നെ ഉപദ്രവിക്കും, വീട്ടിൽ കയറ്റില്ല. അപ്പോൾ ഞാൻ ഇല്ലാത്ത സമയത്ത് അമ്മേനെ ഭീഷണിപ്പെടുത്തും. എൻ്റെ മുറിയിൽ കയറിയിട്ട് എൻ്റെ പുസ്തകങ്ങൾ ഒരു ദിവസം കത്തിച്ചു കളഞ്ഞു, എൻ്റെ ബെഡ് കത്തിച്ചു. അങ്ങനെ ഒരു ദിവസം എന്നെ പൂട്ടിയിട്ടു, മുറിയിൽ പൂട്ടിയിട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഞാനിങ്ങനെ പേടിക്കാൻ തുടങ്ങി. ഇതൊക്കെ ആക്രമണമാണല്ലോ, പൂട്ടിയിടുക എന്ന് പറയുന്നത്. പിന്നെ ഏത് സമയത്തും എന്നെ ഫിസിക്കലായി ആക്രമിക്കുമെന്ന് പറയുന്ന ഒരു ഭീതി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. രാവിലെയാണ് ഞങ്ങൾ വരിക, വീട്ടിലേക്ക് തിരിച്ചു വരിക. രാത്രി ഞങ്ങൾ പുലർച്ചെയൊക്കെയാണ് എത്തുക. ലാലൂരൊരു വീടെടുത്തിട്ടുണ്ടായിരുന്നു സമതയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, ക്യാമ്പിനൊക്കെ വേണ്ടിയിട്ട് റിഹേഴ്സലൊക്കെ നടത്താൻ. രാവിലെയൊക്കെ വീട്ടിലെത്തുന്ന സമയത്ത് ഞാൻ നോക്കും ഇവൻ്റെ ചെരുപ്പ് അവിടെ ഉണ്ടോ, ചവിട്ടുപടിയുമേ ഉണ്ടോ നോക്കും. ചെരുപ്പ് കണ്ടാൽ പിന്നെ പേടി, പിന്നെ പിറകി കൂടെ പോയിട്ട്. അമ്മയാണ് എനിക്ക് വേണ്ടി ഒരുപാട് സഹിച്ചിട്ടുള്ളത്. ചില ദിവസങ്ങളിൽ അമ്മ എൻ്റെ മുറി ഇങ്ങനെ ചാരി ഇടുത്രേ, ഞാൻ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ പൂട്ടിയിട്ടോട് കൂടിയിട്ട് പിന്നെ പരിപാടിക്ക് പോകാൻ പറ്റാതായ ഒരു ദിവസം പിന്നെ എല്ലാവരും വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു, മൂത്തേട്ടനോടൊക്കെ. അങ്ങനെ എനിക്ക് വീട് വിടണം എന്നൊരൊറ്റ ചിന്തയുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അതിനിടയിലാണ് ഈ സമരം വരുന്നത്. ഈ സമരം വന്ന് എൻ്റെ കൈ ഒടിഞ്ഞു. എൻ്റെ ഒരു കൈ ഒടിഞ്ഞു, പ്ലാസ്റ്റർ ഇട്ടു. ഈ കൈയും ഏതാണ്ട് ചതഞ്ഞു, മസിലെല്ലാം ചതഞ്ഞു. പിന്നെ നടുവിനും ഈ ഭാഗത്ത് കുറേ പരുക്കുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുവന്ന്, പ്ലാസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കാണാൻ സഖാക്കൾ വരുമല്ലോ. പ്രത്യേകിച്ചും സ്ത്രീകൾ മാത്രമല്ല, ആണുങ്ങളും വരും. ആ സമയത്ത് ഈ ബ്രദർ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുകയും ചീത്ത പറയുകയും എന്നെ കാണാൻ സമ്മതിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു. പകലവ മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അമൃത പക്കീലയിലെ വർക്ക് ചെയ്യുന്നു. അമൃത എന്നെ കാണാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് നിൽക്കാൻ പറ്റില്ല ഇനി വീട്ടിൽ. അമ്മയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അമൃത പറഞ്ഞു, നമുക്ക് പോവാം, എൻ്റെ വീട്ടിൽ നിൽക്കാം കുറച്ച് നാൾ, എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാം. എന്നിട്ട് അമ്മയോട് സമ്മതിച്ച്, അമ്മയ്ക്കറിയാം എന്നെ അങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വീട്ടിൽ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റില്ല എന്നറിയാം. അമ്മ ഇത്ര വേദനയോട് കൂടിയിട്ടായിരിക്കും അത് സമ്മതിച്ചതെന്ന് നമുക്ക് പറയാമല്ലോ. എനിക്കൊരു മോളുണ്ട്, നമുക്ക് എങ്ങനെ കാണാതെ പറ്റുക. അങ്ങനെ പെട്ടെന്നൊരു ദിവസം അമ്മ പറഞ്ഞു, മോള് പോയിക്കോന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇവനെന്നെ കൊന്നാളഞ്ഞാലൊന്ന് പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങിയതാണ്. സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് വരുന്നത് ഈ തൃശ്ശൂരിലെത്തുന്നതോട് കൂടിയിട്ട് കുറേയും കൂടി എക്സ്പോഷർ ഉണ്ടാവുകയാണല്ലോ. ആ സമയത്ത് ആണ് പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങുന്നത്. പ്രത്യേകിച്ചും ഫെമിനിസ്റ്റ് ഹിസ്റ്ററി
റിലേറ്റഡ് ബുക്സ് വായിക്കുന്നത് അപ്പോഴാണ്. അതും പിന്നെ ഫെമിനിസ്റ്റ് തിയറീസ്, ഫെമിനിസ്റ്റ് ഹിസ്റ്ററി, ഫെമിനിസ്റ്റ് പേഴ്സണാലിറ്റീസ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 2-3 പുസ്തകങ്ങൾ വായിക്കുന്നു. അത് വായിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ ഉള്ളിലൊരു സ്പാർക്ക് ഉണ്ടെങ്കിൽ ഒരു പുസ്തകത്തിന് നമ്മൾ എത്രമാത്രം മാറ്റിമറിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഞാൻ. ആ പുസ്തകങ്ങളാണ് എന്നെ ഐഡിയോളജിക്കലി ഒരു ഫെമിനിസ്റ്റാക്കി മാറ്റിയത്. ഞാൻ തിരിച്ചറിയാണ് എന്താണ് ഞാൻ എന്നുള്ളത് ഞാൻ തിരിച്ചറിയാണ്. എനിക്ക് നമുക്ക് ഭയങ്കര ഒരു ആവേശവും എനർജിയും ഒക്കെ തോന്നുന്ന തരത്തിൽ ലോകത്തിലെ ഫെമിനിസ്റ്റ് ഹിസ്റ്ററി, ഫെമിനിസ്റ്റ് സമരങ്ങൾ, സ്ത്രീകളുടെ സമരങ്ങൾ എങ്ങനെയാണ്, അതൊക്കെ ആരാണ് ചെയ്തത്, അതിൻ്റെ ലീഡേഴ്സ് ആരൊക്കെയായിരുന്നു, പിന്നെ എന്താ പറയുക, AK രാമകൃഷ്ണനും വേണുഗോപാലും കൂടി എഡിറ്റ് ചെയ്തൊരു പുസ്തകം മലയാളത്തിൽ ഉണ്ടായിരുന്നു. ആ സ്ത്രീവാദം, ചരിത്രം, സിദ്ധാന്തം, അതെ അതാണ് അതിൻ്റെ പേര്. ആ പുസ്തകം വായിച്ചിട്ട് നമ്മൾ ലോകത്ത് എന്താ സംഭവിച്ചതെന്ന് അറിയില്ലേ ചെയ്യണത്. അതെന്നെ വല്ലാതെ മാറ്റിയിട്ടുണ്ട്. നമ്മൾ ചരിത്രം അറിയുക എന്ന് പറയുന്നത് പ്രധാനമാണ്. സ്ത്രീകളുടെ ലോകത്ത് എന്താ നടന്നത്, സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ എങ്ങനെയാണ് നടന്നത്, അതുകൊണ്ടാണ് ചരിത്രത്തിനോട് ഞാൻ ഇപ്പോഴും ആകൃഷ്ടയായിട്ടുള്ളത്. ഇപ്പം ഞാൻ എഴുതിയ പുസ്തകം കേരളത്തിൻ്റെ സ്ത്രീ മുന്നേറ്റങ്ങൾ, സ്ത്രീ ചരിത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതുന്നതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നു ഞാൻ അന്നത്തെ ആ പുസ്തകം വായിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു മുന്നോട്ട് പോക്കാണത്. ഈ പുസ്തകം വായിച്ചിട്ട് എത്രയോ പെൺകുട്ടികൾക്ക് ഈ പറഞ്ഞ തരത്തിലുള്ളൊരു തിരിച്ചറിവുകൾ ഉണ്ടാവുകയും അവകാശബോധം ഉണ്ടാവുകയും എന്താ പറയുക, ഒരു വ്യക്തത ഉണ്ടാവുകയും അവരുടെ ഒരു വിമോചന ബോധം വളരുകയൊക്കെ ചെയ്യുന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. കാരണം ഒരു പുസ്തകം എന്നെ മാറ്റിയിട്ട് 1-2-3 പുസ്തകങ്ങൾ എന്നെ ഇതുപോലെ മാറ്റിമറിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പിന്നെ സാറ ടീച്ചറെ മാനുഷിയെക്കുറിച്ച് കേൾക്കുന്നതും. 1990-ലാണ് ഇവിടെ ദേശീയ സമ്മേളനം നടക്കുന്നത് ഫെമിനിസ്റ്റ് സംഘടനകളുടെ. അത് ഞാൻ പോയിട്ടില്ല, അതിനൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പം ഞാൻ ഫെമിനിസ്റ്റ് ആയിട്ടില്ല, മാമോദീസ മുക്കിയിട്ടില്ല സ്വയം. പക്ഷേ അതിനെക്കുറിച്ച് കേൾക്കുന്നു, പത്രത്തിൽ വായിക്കുന്നു, ഇങ്ങനെ സമ്മേളനം നടക്കുന്നതിനെ കുറിച്ച് കേൾക്കുന്നു. പിന്നെ ടീച്ചറെ കഥകൾ വായിക്കുന്നു, പാവത്തറ വായിക്കുന്നു. അങ്ങനെ സാറ ജോസഫ് എന്ന് പറയുന്ന ആ പേരിങ്ങനെ എനിക്ക് എപ്പോഴും ഞാൻ കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ടീച്ചറെ കാണണം എന്ന് തോന്നിയത്. അപ്പോഴത്തേക്കും ഞാൻ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്ന്, ഈ പ്രത്യേകിച്ചും പാർട്ടിയിൽ നിന്ന് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുകയും, അത് വേറൊന്നും കൊണ്ടല്ല, വീടുകൾ മാത്രമല്ല പാർട്ടികളും പാട്രിയാർക്കലാണെന്നുള്ള തിരിച്ചറിവുണ്ടാവുകയാണ് നമുക്ക് അതിനുള്ളിൽ പ്രവർത്തിക്കുമ്പോൾ. പിന്നെ പെട്ടെന്ന് നമ്മൾ തിരിച്ചറിയും ഓരോ തരത്തിലുള്ള ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ ഈക്വൽ റെപ്രസെൻറ്റേഷൻ ഇല്ലാതിരിക്കുക, കമ്മിറ്റികളിൽ ഇല്ലാണ്ടിരിക്കുക, നമുക്ക് അർഹിക്കുന്ന സ്ഥാനങ്ങൾ തരാതിരിക്കുക, പുരുഷന്മാർ മാത്രം എല്ലാം വീതം വെച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന സംഗതികൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. വീട് വിട്ടിറങ്ങുന്ന ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമ്മൾ എല്ലാം പെട്ടെന്ന് വേഗം തിരിച്ചറിയും. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണെന്ന് അനുഭവത്തിൽ നിന്ന് അപ്പോൾ തിരിച്ചറിയും. പിന്നെ ഒരു സ്ഥലത്തും അങ്ങനെ ഞാൻ പാർട്ടി വിടുന്നു, സംഘടന വിടുന്നു, ഒരു സ്ത്രീ സംഘടന രൂപീകരിക്കും. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്ന് സ്ത്രീവേദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തൃശ്ശൂർ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നു. അതൊരു ഫെമിനിസ്റ്റ് ഗ്രൂപ്പാണ്. അപ്പോഴത്തേക്കും പക്ഷേ മാനുഷിയുടെ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് തീർന്നിട്ടുണ്ട്. 90-ൽ ദേശീയ സമ്മേളനത്തോട് കൂടിയിട്ട് ഒരു ഫസ്റ്റ് ഘട്ടം കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീമോചന പ്രസ്ഥാനങ്ങളുടെ, എന്താ പറയുക, സംഘടനകളുടെ. അത് ഞാൻ ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് ഇല്ലാതാവുന്നത്, നിർജീവമാവുന്നത് എന്നൊക്കെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് ഒരു സെക്കൻഡ് സ്റ്റേജാണ്, ഞങ്ങളൊക്കെ കൂടി ഉണ്ടാക്കുന്നത് ഒരു സെക്കൻഡ് സ്റ്റേജാണ്. അതിൽ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് മലയാളത്തിലെ എഴുത്തുകാരികളുടെ ഒത്തുചേരൽ ആയിരുന്നു. അപ്പോൾ എല്ലാ എഴുത്തുകാരികളെയും പുറത്തുള്ള കേരളത്തിന് പുറത്ത് പോയി താമസിക്കുന്ന മറുനാടൻ മലയാളികളെല്ലാം, മാനസി ചേച്ചി പോലെയുള്ള എഴുത്തുകാരികളെ, പിന്നെ അന്ന് മാധവിക്കുട്ടി, സാറ ടീച്ചർ തുടങ്ങിയിട്ടുള്ള ഗ്രേസി ടീച്ചർ, അങ്ങനെയുള്ള എല്ലാ പ്രധാനപ്പെട്ട എഴുത്തുകാരികളെയും, യങ് ജനറേഷനിലുള്ള എഴുത്തുകാരികളെ, അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ആദ്യത്തെ കഥ എഴുതിയിട്ടുണ്ട് കേട്ടോ.
ആദ്യത്തെ കഥ ഈ കൈ ഒടിഞ്ഞിരിക്കുന്ന സമയത്ത് വീട്ടിൽ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. അതെനിക്ക് രവീന്ദ്രൻ എഡിറ്റ് ചെയ്തിട്ടുള്ള മൗനത്തിൻ്റെ നാനാർത്ഥങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് വരുന്നത്. രണ്ടാമത്തെ കഥ വനിതയുടെ കഥാപതിപ്പിന് വേണ്ടി എൻ്റെ അടുത്ത് വനിതയുടെ എഡിറ്റർ ചോദിച്ചപ്പോൾ ഞാൻ എഴുതുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ കഥ എഴുതാറാകുമ്പോഴത്തേക്ക് ഞാൻ വീട് വിട്ടു പോന്നിട്ടുണ്ട്. ഈ രണ്ടാമത്തെ കഥയും വന്നതിന് ശേഷമാണ് ഞാൻ കഥാകാരിയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. എന്നുവെച്ചാൽ രണ്ടും വളരെയധികം സ്വീകരിക്കപ്പെട്ടു. രണ്ടാമത്തത് ഒരു ഇൻ്റർവ്യൂയോട് കൂടിയിട്ടാണ് കഥ പബ്ലിഷ് ചെയ്യുന്നത്. കഥാപതിപ്പാണ് വനിതയുടെ. മറ്റേത് എന്ന് വെച്ചാൽ 10 വലിയ റൈറ്റേഴ്സും ഇപ്പോൾ ലളിതാംബിക അന്തർജനം, കെ സരസ്വതി അമ്മ, മാധവിക്കുട്ടി, സാറ ജോസഫ്, അങ്ങനത്തെ രാജലക്ഷ്മി, അങ്ങനെയുള്ള വലിയ റൈറ്റേഴ്സും പിന്നെ പുതിയ റൈറ്റേഴ്സും, അതിലാണ് ഈ കഥ വരുന്നത്. നിലാവും സർപ്പങ്ങൾ, അതാണ് എൻ്റെ ആദ്യത്തെ കഥ. അപ്പോൾ ഈ സാഹിത്യകാരികളുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കണം എന്നെനിക്ക് അങ്ങനെയാണ് മോഹം ഉണ്ടാവുന്നത്. എൻ്റെ ഉള്ളിലെ എഴുത്തുകാരിയാണ് അങ്ങനെ ആഗ്രഹിപ്പിക്കുന്നത്. അങ്ങനെ ഞങ്ങളത് ഫണ്ട് പിരിക്കുന്നു. PG സെൻറ്ററിൽ നമ്മളത് സ്ഥലം തീരുമാനിക്കുന്നു. അങ്ങനെ എല്ലാവരെയും പോയി കാണുന്നു. മാധവിക്കുട്ടിയൊക്കെ പോയി കാണുന്നു, സാർ ടീച്ചറെ കാണുന്നു. അങ്ങനെ ആ അടുപ്പം 2 ദിവസം ആയിരുന്നു അതിൻ്റെ പരിപാടി. മനോഹരമായിട്ടുള്ള ഇവൻ്റ് ആയിരുന്നു അത്. അതിൽ സാറ ടീച്ചറും മാധവിക്കുട്ടി ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അതൊക്കെ ചരിത്ര സന്ദർഭമായിരുന്നു. എൻ്റെ കാന്തൽ എന്ന് പറയുന്ന നോവലിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ഡോക്യുഫിക്ഷനും കൂടിയിട്ടാണ്. അങ്ങനെ അത് പിന്നെ അവിടെ നിന്ന് ഈ ബന്ധം എന്താ പറയുക, സാറ ടീച്ചറായിട്ടുള്ള എൻ്റെ കമ്മ്യൂണിക്കേഷൻ കൂടുന്നു. വീട്ടിൽ പോകുന്നു, ടീച്ചറെ കാണുന്നു, ടീച്ചറെ വായിക്കുന്നു, മുഴുവൻ കഥകളും വായിക്കുന്നു, ടീച്ചർ എഴുതുന്നതെല്ലാം വായിക്കുന്നു, ടീച്ചറുടെ പ്രസംഗങ്ങൾ, പരിപാടികൾ അതൊക്കെ കാണുന്നു. അങ്ങനെ ആ സ്നേഹബന്ധം ഞാൻ ആ വീട്ടിലൊരാളെ പോലെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് നമുക്ക് വെറുതെ തോന്നുന്നതല്ലല്ലോ. അവരുടെ എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമാണല്ലോ നമുക്ക് തോന്നുക. ഞാൻ പിന്നെ എപ്പോഴും അമ്മച്ചീന്ന് വിളിക്കാൻ തുടങ്ങി. സംഗീത അമ്മച്ചി, അവരെല്ലാവരും അമ്മച്ചീന്ന് വിളിക്കുമ്പോൾ ഞാനും അമ്മച്ചീന്ന് വിളിക്കുന്നു. പിന്നെ ഞാൻ എനിക്കിഷ്ടമുള്ള ഒരാളെ കൂടെ ലിവിങ് ടുഗദർ, കല്യാണം വേണ്ടെന്ന് അന്നേ തീരുമാനിച്ചിട്ടുണ്ടല്ലോ, ലിവിങ് ടുഗദറാണ്. അപ്പം ഇവിടെ തന്നെ ഒരു ചെറിയ വാടക വീട്, അന്ന് കുറച്ച് വരുമാനമുള്ള പാരലൽ കോളേജിൽ പഠിപ്പിക്കുന്നു. MA കഴിഞ്ഞിട്ട് പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന 1000 രൂപ ശമ്പളത്തിന് ഒരു ചെറിയ വാടക വീട് എടുത്തിട്ട്, അയാൾ ആർട്ടിസ്റ്റാണ്, അയാൾക്ക് വരുമാനമൊന്നുമില്ല. അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അമ്മച്ചി അവിടെ വന്ന് കണ്ട് ഭയങ്കരമായിട്ട് വിഷമിച്ച് പോകും. വീട് എന്താ പറയുക, ചെറിയ വീടാണ്, ഒരു വീടിൻ്റെ പോർഷനാണ്. പിന്നെ ഞങ്ങൾ ഒരു വർഷം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോകുന്നു. അവിടെയാണ് കേരള സ്ത്രീവേദി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്ത്രീവേദി ഞാൻ പോകുന്നതോടുകൂടി പിന്നെ അത് ഇല്ലാതാവുന്നു. പിന്നെ തിരുവനന്തപുരത്ത് പോയിട്ട് ഈ കുറേ അവിടെ സഖി എന്ന് പറയുന്ന ഒരു വിമൻസ് റിസോഴ്സ് സെൻറ്റർ ഏലിയാമ്മ വിജയൻ്റെ നേതൃത്വത്തിൽ ഫോം ചെയ്ത് വരുന്നേ ഉള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് പോയിട്ട് ഡോക്ടർ ജയശ്രീ ആണ് അവിടെ ഉള്ളത്, തിരുവനന്തപുരം മൈത്രേയും ജയശ്രീയും. പിന്നെ പാർവതി, P. ഗോതപ്പിള്ളയുടെ മകൾ പാർവതി, എൻ്റെ ഒരു സൗഹൃദ സംഘം. പിന്നെ അവരായിരുന്നു ഇവർ രണ്ടുപേരുമായിരുന്നു എനിക്ക് പരിചയമുള്ളത് അവിടെ. പിന്നെ ശ്രീലത, സജിത മഠത്തിൽ, അന്ന് സജിത മഠത്തിലൊന്നുമല്ല, സജിത, ശ്രീലത, അവർ നാടകം ചെയ്യുന്നു. സുധി, അവർ ഡ്രാമ സ്കൂളിലൊക്കെ പഠിക്കുമായിരുന്നല്ലോ. അങ്ങനെ തിരുവനന്തപുരത്ത് കുറേ കൂടി വലിയ സർക്കിൾ ഉണ്ടാകുന്നു. സഖിയിൽ പോകുന്നതിന് മുമ്പ് ജയശ്രീ ചേച്ചിയുടെ കൂടെ, ജയശ്രീ ചേച്ചിയുടെ കൂടെയല്ല, ജയശ്രീ ചേച്ചി എനിക്ക് കേരള യൂണിവേഴ്സിറ്റിയിൽ ഫ്യൂച്ചർ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു പ്രോജക്റ്റ് അസിസ്റ്റൻ്റായിട്ടൊരു ജോലി സംഘടിപ്പിച്ച് തരുന്നു. അങ്ങനെ ഞാൻ ആദിവാസി മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിസർച്ച് സ്റ്റഡി ആയിരുന്നു അത്. വയനാട്, അട്ടപ്പാടി, ഇടുക്കി അവിടെയൊക്കെ പോകുന്നു. അങ്ങനെ ആദിവാസി ജീവിതം കാണുന്നു. അതൊക്കെ വലിയ എന്താ പറയുക, തിരിച്ചറിവുകളായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അതിന് സാധ്യമായി എന്നുള്ളതാണ് എനിക്ക് വന്നൊരു ഭാഗ്യം. അട്ടപ്പാടിയിൽ പോയിട്ട് അവരുടെ കൂടെ നൃത്തം ചെയ്യുന്നു. അത് എളുപ്പമല്ല. അവർ നമ്മളെ സ്വീകരിക്കണമെങ്കിൽ അവരുടെ കൂടെ നമ്മൾ ഡാൻസ് ചെയ്താൽ മതി. എൻ്റെ സ്റ്റെപ്സൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൽ ചില ആൺകുട്ടികൾ അവർ വളരെ ഫാസ്റ്റായിട്ടുള്ള സ്റ്റെപ്സൊക്കെ പെട്ടെന്ന് മാറ്റും. അപ്പം ഞാൻ അതിനനുസരിച്ച് ചെയ്യും. അങ്ങനെ അവരുടെ സ്നേഹം പിടിച്ചെടുക്കുന്നു. പിന്നെ കേരള സ്ത്രീവേദി ഫോം ചെയ്യുന്നു. അതിന് മുമ്പ് ഒരു മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു.
കേരള ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ കോർ ടീമിൽ ലീഡർഷിപ്പിൽ വരുന്നു. പിന്നെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഫെമിനിസ്റ്റ്, എന്താ പറയുക, ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ പിന്നെ കുറേ കാലം അതിൻ്റെ പ്രവർത്തനങ്ങളായിരുന്നു. സമരങ്ങൾ, പിന്നെ പ്രചരണങ്ങൾ, അതിൻ്റെ ഒപ്പം നാടക സംഘം ഉണ്ടാക്കുന്നു. അഭിനേത്രി എന്ന് പറഞ്ഞിട്ടുള്ള നാടക സംഘം ഉണ്ടായിരുന്നു. ഫെമിനിസ്റ്റ് തിയേറ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നു. നാടകം സംവിധാനം ചെയ്യുന്നു. വേറൊരു ഫെമിനിസ്റ്റ് തിയേറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇവിടെ സ്ത്രീ നാടക പണിപ്പുര ഉണ്ടായിരുന്നു, സംഗീത നാടക അക്കാദമിയുടെ. അതിലൊരു നാടകം ഡയറക്റ്റ് ചെയ്തു, അവതരിപ്പിച്ചു. പിന്നെ അത് മതിയായി, കാരണം എനിക്ക് തോന്നിയത് പോരാന്ന്. അങ്ങനെയാണ് പിന്നെ ഞാൻ തിയററ്റിക്കലായിട്ട് അത് പഠിക്കണം എന്ന് തോന്നിയപ്പോഴാണ് PhDക്ക് ഡ്രാമ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ അതിനിടയിൽ കഥകൾ എഴുതുന്നു, ആദ്യത്തെ നോവൽ എഴുതുന്നു, എനിക്ക് മകളുണ്ടാവുന്നു. പിന്നെ ഇങ്ങനെ പോകുന്നു. പഠനങ്ങൾ ഉണ്ടാവുന്നു, പുസ്തകങ്ങൾ ഉണ്ടാവുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാന്തൽ എന്ന് പറയുന്നൊരു വലിയ നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലിൽ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതൊരു ഡോക്യു ഫിക്ഷൻ എന്ന് പറയാം, ഓട്ടോ ഫിക്ഷനാണ്, ക്ലൈമറ്റ് ഫിക്ഷൻ, അങ്ങനെ അതിനെവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാണ് സാറ് ടീച്ചർ പുസ്തക പ്രകാശനത്തിൻ്റെ അന്ന് പറഞ്ഞത്. ഇതെല്ലാം കൂടി ചേർന്ന ഒരു പൊളിറ്റിക്കൽ ഫിക്ഷനാണത്.